ഹായ് എല്ലാവർക്കും ട്രോൾ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെല്ലൂരിലാണ്. വെല്ലൂരിൽ മഹിയാൻ്റീൻ്റെ വീട്ടിലാണ്. ഇന്നത്തെ വ്ലോഗിൽ വലുതായിട്ടൊന്നുമില്ല. ഇവിടെ കുറേ ഇതുണ്ട്, ഫീൽഡ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫീൽഡിലോട്ട് വന്നായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ആ ഫീൽഡ് നിങ്ങളെ കാണുന്നൊന്നുമില്ല. ഇന്നലെ സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മഴക്കാറുണ്ട്. മഴ പെയ്യത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഫീൽഡിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ മുമ്പ് കരിമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കരിമ്പൊന്നും നട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ അത്രയും വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആയിരിക്കും. റൈഡിനൊന്നും ഇന്ന് പോകുന്നില്ല. നാളെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോവും. ഇവിടുന്ന് ബാംഗ്ലൂരിൽ ഇവിടുന്ന് ഏകദേശം 5-6 മണിക്കൂർ എടുക്കും. 5-6 മണിക്കൂർ എടുക്കും. പട്ടി തന്നെ, എല്ലാ പട്ടികളും എൻ്റെ പുറകെയാണല്ലോ. കാണാത്ത ഒരു മുഖം എൻ്റെ മാത്രം ഇവിടെ. എല്ലാ പട്ടികളും അപ്പോൾ എൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക. ബാംഗ്ലൂരിലോട്ട് പോകുന്ന കാര്യം, ഇവിടെ നിന്ന് 5-6 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം. രാവിലെ എപ്പോഴും നമ്മൾ ഇറങ്ങുന്നതല്ല, 9 മണി 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങൊരു കുരങ്ങനുണ്ട്. അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങൊരു കുരങ്ങനുണ്ട്. ആ വീടിൻ്റെ മണ്ടയ്ക്ക്. അത് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണത്തില്ല. എൻ്റെ അമ്മേ, തിരിഞ്ഞ് പയ്യെ പോണം. ഓക്കെ, ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ മഴക്കാറില്ലായിരുന്നു. സൺസെറ്റൊക്കെ ആ മലയിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ ചിലതൊന്നും റെക്കോർഡും ആയില്ല. ഒന്നും കറക്റ്റായിട്ടല്ല നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. അതായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നെ. മഴ പെയ്യല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോകാനുള്ള വഴി ഏതായിരുന്നു? ഇങ്ങോട്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല. അവിടെ മൊത്തം പുല്ല. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിലേ ഞാൻ നേരെ താഴോട്ടങ്ങ് വീഴും. ചാണകം ഉണ്ടെങ്കിൽ ചാണകത്തിലൊരു കാല് വെക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് പോവാം. അവിടെ കൂടെ അങ്ങനെ ഒരു വഴിയുണ്ട്. വെല്ലൂരിൽ
ഒരു മ്യൂസിയം ഉണ്ട്, ഒരു വെല്ലൂർ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഇതുമുണ്ട്. പക്ഷേ ഇന്ന് 2-3 ദിവസമായിട്ട് നല്ല ട്രാവലിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പോത്ത് പോലെയായിരുന്നു കിടന്നുറങ്ങിയത്. അതുകൊണ്ട് രാവിലെ പോകണമായിരുന്നു, അവിടെ പോകണേ. അവിടെ എൻ്റെ അമ്മ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ സ്ലിപ്പാവും. ഇപ്പം എനിക്ക് പണി കിട്ടിയാൽ ഒന്നാമത്തെ കാലിൻ്റെ ലിഗ്മെൻറ്റ് പോയിരിക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഴാനും കൂടെ പോകുന്നത്. അവിടെ മാവുംതോട്ടം കാണാം, മാവുംതോട്ടം. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല ഇവിടെ. സീസൺ സമയത്ത് വന്നിരുന്നെങ്കിൽ ഇവിടെ മൊത്തവും, പണ്ടിവിടെ മൊത്തം കരിമ്പുണ്ടായിരുന്നു. ഇപ്പോൾ കരിമ്പൊന്നും നട്ടിട്ടില്ല, പിന്നെ മാവിൽ മാങ്ങയുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടെങ്ങാണ്ട വന്നുകൊണ്ടിരുന്നു. ഇന്നലെ ഇങ്ങനെ എങ്ങാണ്ട വന്നേ. ഞാൻ ആ വഴി എടുക്കാതെ ഞാൻ ഏതോ ഒരു വഴി കൂടെ ഇങ്ങോട്ട് കയറി വന്നു. മൊത്തം പൈപ്പിട്ട ഇറിഗേഷൻ സിസ്റ്റം, ഇറിഗേഷന് വേണ്ടി മൊത്തം പൈപ്പിട്ട് വെച്ചേക്കുക. നല്ല കട്ടിയാണ് ഇവിടുത്തെ വെള്ളം. എൻ്റെ വീട്ടിലുള്ള വെള്ളമൊക്കെ ഇച്ചിരി എന്താ പറയുക, സോഫ്റ്റായിട്ട്, അല്ലെങ്കിൽ അത് ഒരു ഇവിടുത്തെ നല്ല കട്ടിയുണ്ട് ഇവിടുത്തെ വെള്ളത്തിന്. അങ്ങനെ നമ്മൾ മാവും തോട്ടത്തിലെത്തി. കണ്ടോ, സീസൺ ടൈമിൽ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയേനെ, നമുക്ക് മാങ്ങയൊക്കെ കഴിക്കാൻ പറ്റിയേനെ. ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ തേക്കാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഇല കണ്ടിട്ട് തേക്കാണെന്ന് തോന്നുന്നു. എൻ്റെ ഈ സൈഡ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പെട്ടെന്ന് അപ്പോൾ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം താണ്ട് മഴയും കൂടെ പെയ്യാൻ തുടങ്ങി. ഇപ്പം മഴ ചാറാൻ തുടങ്ങി. പെയ്ത് കഴിഞ്ഞാൽ മൊത്തം അലമ്പായി പോവും. അപ്പം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അതുകൊണ്ട് അങ്ങ് ദൂരെ കണ്ടോ 2 മലകൾ. നമ്മുടെ സിറ്റി ലൈഫിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട്, ഇത് ഇച്ചിരി ഗ്രാമപ്രദേശം പോലെ നല്ല ഇതുണ്ട്, നല്ല ഒരു ഫീൽ. അത് ഇവിടെ വന്ന് ഇരിക്കാൻ ഒരു റിലാക്സ് ഫീൽ വരും. രാത്രിയിലൊക്കെ വെളിയിലോട്ട് നോക്കിയിരിക്കുമ്പോൾ സ്റ്റാർസൊക്കെ കാണാൻ പറ്റും. കാരണം ലൈറ്റ് പൊല്യൂഷൻ ഇവിടെ ഭയങ്കര കുറവാണ്. സ്റ്റാർസൊക്കെ കാണാൻ പറ്റും. ഈ ചണം ഫ്രഷ് ചണം ഏതൊക്കെയോ വഴി കൂടെ ഞാൻ യൂട്ടേൺ എടുത്ത് റിവേഴ്സ് എടുത്ത് എങ്ങോട്ടായി പോകുന്നത് ഞാൻ? ഇവിടുന്ന് അങ്ങോട്ടായാ. ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്.
വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതോ കിണറായിരുന്നെന്ന് തോന്നുന്നു ഇത് പണ്ടത്തെ. കണ്ടോ, അവിടെ ഭിത്തിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കിണറായിട്ട് യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോകാം. എഡിറ്റ് ചെയ്യണം. നാളെ ബാംഗ്ലൂരിലോട്ട് പോകാൻ വേണ്ടി പാക്കിംഗ് ഒക്കെ ചെയ്യേണ്ടതാ. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് കണ്ടൻറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൂരെ എങ്ങോട്ടും പോയില്ല, വെളിയിലോട്ടെങ്ങും പോയില്ല. നേരെ തിരിച്ച് മഹിയാൻ്റെ വീട്ടിലോട്ട് നമുക്ക് കയറാം. പിന്നെ ടൈം ലാപ്പ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതൊന്നീ ഫ്രണ്ടിലിടും അല്ലെങ്കിൽ ബാക്കിലിടും. എവിടെയെങ്കിലും ഞാൻ ടൈം ലാപ്പ് വീഡിയോ ഇടും. കാരണം നല്ല ഭംഗി ഇവിടെ കാണാം. അതുകൊണ്ട് അങ്ങ് ദൂരെ മലേൻ്റെ മണ്ടയ്ക്കൊരു കോയിലാണെന്ന് തോന്നുന്നു. കോയിലോ എന്തോ ഒരു ഇതുണ്ട് മണ്ടയ്ക്ക്. മഴ വരുന്നു. സോറി, അത് മഴയല്ല, അത് അവിടുത്തെ വെള്ളമാണ്. എന്നുവെച്ചാൽ മഴയാണെന്ന്. മഴ ചാറാൻ തുടങ്ങി. ഇനിയും വാക്കിങ്ങിൻ്റെ സ്പീഡ് ഇച്ചിരി കൂട്ടാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രീസും നല്ല കാമായിട്ടുള്ളൊരു ഇതാണ്. ആണ്ട് മഹേന്ദ്രൻ്റെ വീട്. നമുക്കിനി വീട്ടിൽ കയറി മണ്ടയ്ക്ക് ക്യാമറ വെച്ച് ആണ്ട് മഴ കയറാൻ തുടങ്ങി. മഴ കയറുന്നു. പിന്നെ എൻ്റെ കണ്ണടി കണ്ടോ, മഴ കയറുന്നു. തെങ്ങുണ്ട്. നമുക്ക് അത് കയറി ടൈം ലാപ്പിന് സെറ്റ് ചെയ്യാം. അത് കണ്ടോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സീൻ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കണ്ടോ, കിളികളിങ്ങനെ പോകുന്നതാണ്. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ മഴ നിർത്തിയോ. ഇനി ഞാൻ ക്യാമറ ടൈം ലാപ്പിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് നേരം ടൈം ലാപ്പ് വീഡിയോ കാണുമ്പോൾ രസമുണ്ടാവും. കാരണം മല ഇത് ഇനിവിടെ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സൺസെറ്റ് വീഡിയോയിൽ എടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. കാരണം സൂര്യൻ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ ടൈം ലാപ്പ് എടുക്കുമ്പോഴത്തേക്കും അത് താന്ന് ആ മലയിലോട്ടിങ്ങനെ അസ്തമിച്ച് പോകുന്നു. കാണാൻ ആ മലേൻ്റെ മണ്ടയ്ക്കൊരു കല്ല് പോലെ, കല്ലാണെന്ന് തോന്നുന്നു, ക്ലിയർ അല്ല, കല്ല് പോലെ ഇത് കണ്ടോ. മല കണ്ടോ മണ്ടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. നാളെ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോകും. ഇവിടുന്ന് ഏകദേശം 5-6 മണിക്കൂർ എടുക്കും. പാക്ക് ചെയ്യണം, ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ, ബൈ.